ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് നോർമൽ ഫോംസ് ഇൻ DBMS. നമ്മൾ നോർമലൈസേഷൻ എന്താണെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് നമുക്ക് നോർമലൈസേഷന്റെ പ്രോബ്ലംസ്, നോർമലൈസേഷൻ എന്തിനാ, വൈ വി നീഡ് നോർമലൈസേഷൻ, എന്തൊക്കെ പ്രോബ്ലംസ് ആണെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്ഡേറ്റ് അനോമലി, ഇൻസേർട്ട് അനോമലി, ഡിലീഷൻ അനോമലിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വാട്ട് ആർ ദി ടൈപ്പ് ഓഫ് നോർമൽ ഫോം എന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. അപ്പൊ നമുക്ക് നോർമൽ ഫോംസ് നമുക്ക് 1NF ഉണ്ട്, 2NF, 3NF, BCNF എന്ന് പറയുന്നുണ്ട്. ബോയ്സ് കോഡ് നോർമൽ ഫോം എന്ന് പറയാം. ബോയ്സ് കോഡ് നോർമൽ ഫോം. ദെൻ നമുക്ക് ഇനി രണ്ട് നോർമൽ ഫോം ഉണ്ട്. രണ്ട് നോർമൽ ഫോം ഉണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഓക്കെ, 5NF ഉണ്ട്, 4NF ആൻഡ് ഫോർത്ത് നോർമൽ ഫോം ഉണ്ട്, ആൻഡ് ഫിഫ്ത്ത് നോർമൽ ഫോം ഉണ്ട്. ഇത്രയും നോർമൽ ഫോം ആണ് നമുക്ക്. ഏതൊക്കെയാണ്? 1NF, 2NF, 3NF ആൻഡ് BCNF, 4NF, 5NF. ഇത്രയും നോർമൽ ഫോംസ് ആണ്. അപ്പം ഈ നോർമലൈസേഷൻ ചെയ്യുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അതിന്റെ റിഡൻഡന്റ് ആയിട്ടുള്ള ഡാറ്റനെ അവോയ്ഡ് ചെയ്യുന്നു, കോംപ്ലക്സിറ്റി കുറയ്ക്കുന്നു. അതൊക്കെയാണ് നോർമലൈസേഷൻ. അത് നമുക്ക് പല രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പൊ നോക്കാം എന്തൊക്കെയാണ് ഈ നോർമൽ ഫോംസിന്റെ കൺസെപ്റ്റ്, എന്താണ് കാര്യങ്ങളാണ്. നമ്മൾ ഫസ്റ്റ് നോർമൽ ഫോമിലോട്ട് ആദ്യം പോവാം. ഓക്കെ, അത് പിന്നെ അതിന്റെ മുന്നേ ഞാൻ ഇവിടെ 4 നോർമൽ ഫോമിന്റെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നോർമൽ ഫോം എന്ന് പറഞ്ഞാൽ എ നോർമൽ ഫോം, എ റിലേഷൻ, ഒരു ടേബിൾ അല്ലെങ്കിൽ എ റിലേഷൻ സെറ്റ് ടു ബി 1NF. ഓൾ ആട്രിബ്യൂട്ട് ഷുഡ് അറ്റോമിക് വാല്യൂ. ഓൾ ആട്രിബ്യൂട്ട് ഹാവ് അറ്റോമിക് വാല്യൂ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, അറ്റോമിക് വാല്യൂ ആയിരിക്കും. ദെൻ സെക്കൻഡ് നോർമൽ ഫോമിലാണെങ്കിൽ എല്ലാ അതെന്താണ് 1NFന്റെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. ദെൻ നോൺ കീ ആട്രിബ്യൂട്ട് ഫുള്ളി ഫങ്ഷണലി ഡിപ്പെൻഡ് ഓൺ ദി കാൻഡിഡേറ്റ് കീ, ഓർ എന്താണ് കീസുമായിട്ട് എന്ത് ചെയ്യണം, അത് ഫുള്ളി ഫങ്ഷണലി ഡിപ്പെൻഡ് ആയിരിക്കണം. അപ്പൊ നോക്കുക, പാർഷ്യൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി പറ്റൂല, നമുക്ക് എന്താണ് ഫുൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ആയിരിക്കും. എ റിലേഷൻ ഈസ് ഇൻ 2NF ഇഫ് ഇറ്റ് ഈസ് ഇൻ ഫസ്റ്റ് നോർമൽ ഫോം. അതെന്തായിരിക്കണം? ഫസ്റ്റ് നോർമൽ ഫോം ആയിരിക്കണം. ദെൻ നെക്സ്റ്റ് പറഞ്ഞത് കീ എന്തായിരിക്കണം? ഫുള്ളി ഫങ്ഷണലി ഡിപ്പെൻഡ് ഓൺ ദി നോൺ കീ ആട്രിബ്യൂട്ട്സ്, നോൺ കീ ഓർ നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് എന്ന് പറയാം. നോൺ പ്രൈം ആട്രിബ്യൂട്ട്, പ്രൈം ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ സപ്പോസ് A, B ഇസ് ദ കീ ഓഫ് ദി റിലേഷൻ. അങ്ങനെയാണെങ്കിൽ A ആൻഡ് B എന്താണ്? പ്രൈം ആട്രിബ്യൂട്ട്സ് ആണ്. സപ്പോസ് വി ഹാവ് റിലേഷൻ R ഇസ് കോൾഡ് A1, A, B, C, D. ഇത്രയും ആട്രിബ്യൂട്ട്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ AB എന്ന് പറഞ്ഞാൽ എന്താണ്? കീ ആണ്. AB എന്ന് പറഞ്ഞാൽ കീ ആണെന്ന് വിചാരിക്കാം. ദെൻ എയും ബിയും എന്താണ്? പ്രൈം ആട്രിബ്യൂട്ട്സ് ആണ്. സിയും ഡിയും എന്താണ്? നോൺ പ്രൈം ആട്രിബ്യൂട്ട് ആണ്. അതാണ് പ്രൈം ആൻഡ് നോൺ പ്രൈം ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. കീയുടെ കൂടെയുള്ള ആട്രിബ്യൂട്ട്സിനെ നമ്മൾ പ്രൈം ആട്രിബ്യൂട്ട് എന്ന് പറയും, മറ്റേത് നമ്മൾ നോൺ പ്രൈം ആട്രിബ്യൂട്ട് എന്ന് പറയും. ദെൻ നെക്സ്റ്റ് നോക്കാം, 2NF ആയിരിക്കണം. എ റിലേഷൻ ഈസ് ഇൻ 3NF, ദെൻ 2NF ദർ ഈസ് നോ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി. നേരത്തെ എന്താണ്? ഇവിടെ എന്താണ്? നോ പാർഷ്യൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. ഇവിടെ എന്താണ്? നോ പാർഷ്യൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. ഇവിടെ നോ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി. ദെൻ ബോയ്സ് കോഡഡ് നോർമൽ ഫോം എന്ന് പറയാം. റിലേഷൻ ബോയ്സ് കോഡർ ആണെങ്കിൽ എന്താ? 3NF ആൻഡ് എവറി ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. LHS ഈസ് എ സൂപ്പർ കീ. ഇവിടെ നമുക്ക് LHS ആൻഡ് RHS ഉണ്ട്. ഐദർ സൂപ്പർ കീ ഓർ പ്രൈം ആട്രിബ്യൂട്ട്, ഏതെങ്കിലും ഒന്നായാൽ മതി. ഓർ ആണ് എന്താണ്? ഒന്നെങ്കിൽ എന്താണോ LHS സൂപ്പർ കീ ആണ്, അല്ലെങ്കിൽ എന്താണോ RHS പ്രൈം ആട്രിബ്യൂട്ട് ആയാൽ മതി. ഇങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം? ഇതിനെ നമുക്ക് 2NF എന്ന് പറയാം. 2NF നോർമൽ ഫോം എന്ന് പറയാം. 3NF എന്ന് പറയാം. ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് എന്താണ്? എക്സ് എന്ന് പറഞ്ഞാൽ ഷുഡ് ബി സൂപ്പർ കീ. ഇതെന്തായിരിക്കണം? സൂപ്പർ കീ ആയിരിക്കണം. ഇവിടുത്തെ ആട്രിബ്യൂട്ട് നമുക്ക് എന്താണ്? ഇവിടുത്തെ ആട്രിബ്യൂട്ട് നമ്മൾ നോക്കുന്നില്ല, നേരത്തെ ഓർ കേസ് ആയിരുന്നു. ഇവിടെ എന്താണ്? ഷുഡ് ബി സൂപ്പർ കീ ആയിരിക്കണം. ദെൻ 5NF ഉണ്ട്, 5NF, 4NF ഉണ്ട്. 4NF എന്ന് പറഞ്ഞാൽ നോ മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി. നമ്മൾ പഠിക്കൂട്ടോ, നോ മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി. 5NF എന്ന് പറഞ്ഞാൽ ഓക്കെ എന്താണ്? നോ ജോയിന്റ് ഡിപ്പെൻഡൻസി ആൻഡ് ഷുഡ് ലോസ്ലെസ് ആയിരിക്കണം. അത് നമ്മൾ പഠിക്കും. ലോസി എന്താണ്, ലോസ്ലെസ് എന്താണെന്നൊക്കെ പഠിക്കും നമ്മൾ. ഓക്കെ, ജോയിന്റ് ഡിപ്പെൻഡൻസി ഒക്കെ നമ്മൾ പഠിക്കും. അപ്പൊ ഇത്രയാണ് നമ്മൾ പറയാനുള്ളത്. ഇനി നമ്മൾ 1NF പോവാം. 1NF എന്ന് പറഞ്ഞാൽ A1NF, ഓക്കെ, റിലേഷൻ. ഓക്കെ, ഇൻ 1NF എവരി ആട്രിബ്യൂട്ട് ഷുഡ് ബി സിംഗിൾ വാല്യൂഡ് ആട്രിബ്യൂട്ട്, അറ്റോമിക് സിംഗിൾ വാല്യൂഡ് ആട്രിബ്യൂട്ട് ആയിരിക്കണം. മൾട്ടി ഓർ കോമ്പോസിറ്റ് നോട്ട് അലൗഡ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? സിംഗിൾ വാല്യൂഡ് ആയിരിക്കണം. മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് ഓർ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് നോട്ട്
എന്താണ് അലോട്ട് ഷുഡ് ബി അറ്റോമിക്. എവരി ആട്രിബ്യൂട്ട് ആൻ അറ്റോമിക് ആട്രിബ്യൂട്ട്, അറ്റോമിക് ആയിരിക്കണം. ഇഫ് ദർ ഈസ് എ കോമ്പോസിറ്റ് ഓർ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് ഇറ്റ് വയലേറ്റ്സ് ദി 1NF പ്രോപ്പർട്ടി. To solve this problem, we need to create a new row for each values multi-valued attribute convert to എന്താണ് 1NF. അതായത് നമ്മൾ ഇങ്ങനെ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഓരോ റോയ്ക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് കോളംസ് നമ്മൾ എന്ത് ചെയ്യുന്നു, സോറി റോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഓരോ വാല്യൂസിനും നമ്മൾ എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. നോക്കാട്ടോ, നോക്കാം. സെക്കൻഡ് ഒറ്റ സെക്കൻഡ്. ഓക്കെ, അപ്പൊ നമ്മള് 1NF എന്ന് പറഞ്ഞത്. ഓക്കെ, ഇത് നോക്കാം. 1NF ടേബിളിലുള്ള ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ 1NF ഒരു ടേബിൾ. ഓക്കെ, നോക്കാം. ഇത് ഈ ഒരു പ്രോപ്പർട്ടി ഇവിടെ നമുക്ക് എംപ്ലോയി ഡീറ്റെയിൽ എന്ന് പറയുന്ന ഒരു ടേബിൾ ഉണ്ട്. ഈ ടേബിൾ നോക്കുക. ഇതെന്ന് പറഞ്ഞാൽ എംപ്ലോയി ഫോൺ നമ്പർ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് നോട്ട് അറ്റോമിക്, ദിസ് ഈസ് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്. എന്താണ് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്? മൾട്ടി വാല്യൂഡ് ആണ്. ഓക്കെ, മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് ആണ്. അപ്പൊ എന്താ ചെയ്യുന്നത് ഇവിടെ, എന്താ ചെയ്യുന്നത് ഇവിടെ, എന്താ ചെയ്യുന്നത് ഇവിടെ, നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ സിംഗിൾ വാല്യൂഡ്. അപ്പൊ എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ഇതാ ഈ നമ്പറിന് ഒരു റോയും ഈ നമ്പറിന് ഒരു റോയും ഇതാ കൊടുക്കുന്നു. എന്താണ് സെപ്പറേറ്റ് റോ ആക്കി മാറ്റുന്നു. ഓക്കെ, ദെൻ ദിസ് ഈസ് ഇൻ 1NF. ഈ ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ, ഈ ഒരു ടേബിൾ എന്ന് പറഞ്ഞാൽ 1NF നോർമൽ ഫോം ആണ്. ദിസ് ഈസ് നോട്ട് 1NF. എന്താണ് നോട്ട് 1NF? ഇവിടെ എന്താണ് ഒരു റോയിൽ എന്ത് ചെയ്യുന്നുണ്ട്, മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് വരുന്നുണ്ട്, നോട്ട് അറ്റോമിക് വാല്യൂ. അറ്റോമിക് വാല്യൂ അല്ല വരുന്നത്. ദാറ്റ് ഈസ് കോൾഡ് നോട്ട് 1NF. ആൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, 1NF ആണ് ടു എന്താണ് പ്രൊവൈഡ് ഈച്ച് സോറി ടു പ്രൊവൈഡ് സെപ്പറേറ്റ് റോസ് ഫോർ ഈച്ച് വാല്യൂസ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ റോ എന്ത് ചെയ്യുന്നു, ഓരോരുത്തർക്കായിട്ട് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, 1NF നോർമൽ ഫോം. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് 2NF സെക്കൻഡ് നോർമൽ ഫോം എന്ന് പറഞ്ഞാൽ, സെക്കൻഡ് നോർമൽ ഫോം എന്ന് പറഞ്ഞാൽ നോക്കാം. ഇവിടെ നമ്മൾ എന്താണ് ഫസ്റ്റ് നോർമൽ ഫോമിൽ ആയിരിക്കണം. ഓക്കെ, ദെൻ എന്താണ് ഇറ്റ് എന്താ നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് ആൻ ആട്രിബ്യൂട്ട് നോട്ട് പാർട്ട് ഓഫ് ദി കാൻഡിഡേറ്റ് കീ. അതാണ് നമ്മൾ എന്ത് പറഞ്ഞാൽ നോൺ പ്രൈം ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഈസ് നോട്ട് ഫുള്ളി ഫങ്ഷനലി ഡിപ്പെൻഡ് ഓൺ ദി കാൻഡിഡേറ്റ് കീ. എന്താണ് അങ്ങനെയാണെങ്കിൽ എന്താണ് നമുക്ക് പാർഷ്യൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്നാ പറയാം. പാർഷ്യൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ, പാർഷ്യൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ അതെന്തല്ല, നോർമൽ ഫോം അല്ല. എന്തായിരിക്കണം, ഫുള്ളി ഫങ്ഷണലി ഡിപ്പെൻഡ് ആയിരിക്കണം. അപ്പൊ ഇങ്ങനെ ഒരു പാർഷ്യൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, അത് വയലേറ്റ് ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, എലിമിനേറ്റ് ചെയ്യണം. പാർഷ്യൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. ഓക്കെ, ഫോർ എ റിലേഷണൽ ടേബിൾ is to be second normal form, it must satisfy the following rules. എന്താ ഒന്നാമത്തെ റൂള്, the table must in first normal form. ടേബിൾ എന്തായിരിക്കണം, ഫസ്റ്റ് നോർമൽ ഫോമിലായിരിക്കണം. ഇറ്റ് മസ്റ്റ് നോട്ട് കണ്ടെയ്ൻ പാർഷ്യൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി, വിച്ച് മീൻസ് ഓൾ നോൺ പ്രൈം ആട്രിബ്യൂട്ട് ഫുള്ളി ഫങ്ഷണലി ഡിപ്പെൻഡ് ഓൺ ദി പ്രൈമറി കീ. എന്താണ് കീ എന്തായിരിക്കണം, കീ എന്തായിരിക്കണം, അല്ലെങ്കിൽ എന്താണ് നോൺ പ്രൈം ആട്രിബ്യൂട്ട്. നോൺ പ്രൈം ആട്രിബ്യൂട്ട് എന്തായിരിക്കണം, നോൺ പ്രൈം ആട്രിബ്യൂട്ട് ഫുള്ളി ഫങ്ഷണലി ഡിപ്പെൻഡ് ഓൺ, ഫുൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസ് ഓൺ ദി കീ. ഇതാണ് നമ്മളെ കൺസെപ്റ്റ്. ഒന്ന് ഫസ്റ്റ് നോർമൽ ഫോമിലായിരിക്കണം, ദെൻ ഫുൾ ഫങ്ഷണൽ ഡിപ്പെൻഡന്റ് ആയിരിക്കണം. എന്താണ് നോൺ പ്രൈം ആട്രിബ്യൂട്ട് കേട്ടോ, നോൺ പ്രൈം ആട്രിബ്യൂട്ട്, നോൺ പ്രൈം ആട്രിബ്യൂട്ട്. ഓക്കെ, ഫുള്ളി ഫങ്ഷണലി ഡിപ്പെൻഡ് ഓൺ ദി കീ. ഓക്കെ, അപ്പൊ എന്തായിരിക്കണം നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഇവിടെ നോക്കാം, ഈ ഒരു ടേബിളിൽ, ഈ ഒരു ടേബിൾ നോക്കാം. ഇവിടെ ഒരു പാർഷ്യൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏതാണ് ആ പാർഷ്യൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്നുള്ളത് നമുക്ക് നോക്കാം. ഏതാണ് ആ പാർഷ്യൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്നുള്ളത് നോക്കാം. ഇവിടെ നോക്കാം. ഇവിടെ നമ്മളെ കീ എന്ന് പറഞ്ഞാൽ, ഇവിടെ കീ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ, കീ എന്ന് പറഞ്ഞാൽ നമ്മളെ എംപ്ലോയി കോഡ്, എംപ്ലോയി കോഡ്, ദെൻ പ്രൊജക്ട് ഐ ഡി ആണ് നമ്മുടെ കീ എന്ന് പറഞ്ഞാൽ. കാരണം നോക്കുക, ഇവരെ ഇവര് വൺ എന്താണ് നോട്ട് വൺ
PO3 എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ജോണ് പ്രൊജക്ട് നമ്പർ കിട്ടുന്നുണ്ട്. ദെൻ ഇവിടെ നമുക്ക് ഇത് 101PO1 പ്രൊജക്ട് ഐ ഡി. ഓക്കെ, പ്രൊജക്ട് ഐ ഡി എന്ന് പറഞ്ഞാൽ ജോണ്. ഓക്കെ, അയാളുടെ പ്രൊജക്ട് ഐ ഡി കൊടുത്തിട്ടുണ്ട്. ദെൻ അടുത്തത് ഇവരെ രണ്ടുപേരെയും കൂട്ടിയിട്ട് നമുക്ക് യൂണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് രണ്ടിനെയും കൂട്ടിയിട്ട് നമുക്ക് യൂണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നോക്കാം അവിടെ കാൻഡിഡേറ്റ് കീ എന്ന് പറയാം. ഇവിടെ നോക്കിയാൽ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒന്നിനെ ഞാൻ എന്ത് ചെയ്തു, ഇതിനെ ഞാൻ ഡീകമ്പോസ് ചെയ്തു. ഇതിനെ ഡീകമ്പോസ് ചെയ്തപ്പോൾ എന്തായി, ഇതിനെ ഡീകമ്പോസ് ചെയ്തപ്പോൾ യുണീക്നെസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? കണ്ടോ, 101 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് 103 ആണ്. ഇവിടെ 101 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ 101 ആണ്. രണ്ട് സെപ്പറേറ്റ് ആ, യുണീക്നെസ് അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇവിടെ യുണീക്നെസ് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം നമുക്ക്, ഇവരെ രണ്ടുപേരെയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, രണ്ടുപേരെയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, കമ്പൈൻ ചെയ്യണം. ദാറ്റ് ഈസ് കോൾഡ് കീ എന്ന് പറയും. കാൻഡിഡേറ്റ് കീ എന്ന് നമുക്ക് അറിയാം എന്താണെന്നുള്ളത്. അപ്പൊ നോക്കാം, ഇവിടെ നോക്കാം, EMP കോഡ് കോമ PID ഡിറൈവ്സ് പ്രൊജക്ട് നെയിം. ഇത് നോക്കാം, ഇവിടെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ നോക്കാം, ഇവിടെ പ്രൊജക്ട് ഐ ഡി എന്ന് പറഞ്ഞിട്ട് ഇവര് യുണീക്ക് ആണ്. ഇവിടെ കണ്ടോ, പ്രൊജക്ട് PID എലോൺ ഡിറൈവ്സ് എന്തുണ്ട്, PN. ഓക്കെ, പ്രൊജക്ട് നെയിം. അപ്പൊ ഇതെന്താണ് നോക്കുക, ഇവിടെ ഇവര് രണ്ടുപേരും കൂടെ കൂടിയിട്ടായിരുന്നു യൂണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഇവിടെ നോക്കുക PID മാത്രം എന്ത് ചെയ്യുന്നു, ഇത് കീ ആട്രിബ്യൂട്ട് ആണ്. PID മാത്രം എന്ത് ചെയ്യുന്നു, പ്രൊജക്ട് നെയിം ഡിറൈവ് ചെയ്യുന്നു. അപ്പൊ ഇതെന്താണ്, ഇവര് തമ്മിൽ എന്തുണ്ട്, ഇവര് തമ്മിൽ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഇതെന്താ, ഇവര് രണ്ടുപേരും കൂടെ കൂടിയിട്ട് കമ്പൈൻ ചെയ്തിട്ടാ, കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ആരെ ഡിറൈവ് ചെയ്യാൻ പറ്റുക, പ്രൊജക്ട് നെയിമിനെ ഡിറൈവ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ് ഇവിടെ ഒരു പാർഷ്യൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. കാരണം ഇയാളെ കൂട്ടിയിട്ടും ചെയ്യാം, ഇയാൾ ഒറ്റക്കും ചെയ്യാം. അതാണ് പാർഷ്യൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഈ പാർഷ്യൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി നമുക്ക് റിമൂവ് ചെയ്യണം. അങ്ങനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ എന്ത് ചെയ്യുന്നു, ഡീകമ്പോസ് ചെയ്യുന്നു. നമ്മൾ ഇത് എന്ത് ചെയ്യുന്നു, ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു, ഇവിടെ നോക്കാം, in the above code the candidate key the prime attributes of the employee code and a project id. We have partial functional dependency on employee name can be determined by employee code. Employee name അതേപോലെ എംപ്ലോയി കോഡ് വെച്ചിട്ട് നമുക്ക് എംപ്ലോയി നെയിം ഡിറ്റർമൈൻ ചെയ്യാം. ഇതൊരു പാർഷ്യൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. അവിടെ നോക്കാം, നമ്മളെ കീ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടെ ആയിരുന്നു നമ്മളെ കീ. ഇവർ രണ്ടുപേരെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, എംപ്ലോയി നെയിം ഡിറ്റർമൈൻ ചെയ്യുന്നു. ഇനിതാ ഇയാളെ മാത്രം വെച്ചിട്ട് ഞാൻ ഇതിനെ കളഞ്ഞു, ഇയാളെ മാത്രം വെച്ചിട്ട് കണ്ടോ, യുണീക്നെസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് കണ്ടോ, ഇയാളെ മാത്രം വെച്ചിട്ട് എനിക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ ഇതൊരു എന്താണ്, പാർഷ്യൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ആണ്. അപ്പൊ നോക്കാം, ഒരു മിനിറ്റ് നല്ലോണം ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നമ്മളെ കീ വെച്ചിട്ട് ചെയ്യുന്നതിന് പകരം വേറൊരു സെപ്പറേറ്റ് പകുതി പാർഷ്യലി നമ്മൾ എടുത്തിട്ട് ഡിറ്റർമൈൻ ചെയ്യുകയാണെങ്കിൽ അതെന്തല്ല, സെക്കൻഡ് നോർമൽ ഫോമിലല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ട്രീറ്റ് ചെയ്യണം. അപ്പൊ അതാണ് പ്രൈം ആട്രിബ്യൂട്ട്സ് ഓഫ് ദി DBMS നമുക്കറിയാം, ദാറ്റ് ആർ ദി പാർട്ട് ഓഫ് ദി വൺ ഓർ മോർ കാൻഡിഡേറ്റ് കീസ് ആണെന്നൊക്കെ അറിയാം നമുക്ക്. അപ്പൊ ഇവിടെ വയലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ വയലേറ്റ് ചെയ്ത സമയത്ത് ഞാൻ എന്ത് ചെയ്തു നോക്കുക, ഞാൻ 3 ടേബിൾ ആക്കി അങ്ങോട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന് നമ്മളെ എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ടേബിള്, ഒന്ന് നമുക്ക് എന്താണ് എംപ്ലോയി പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ടേബിള്, ദെൻ പ്രൊജക്ട് ഡീറ്റെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ടേബിൾ, 3 ആക്കി ഡിവൈഡ് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് പാർഷ്യൽ ഫംഗ്ഷൻ, ഇവിടെ കീ എന്ന് പറഞ്ഞാൽ, ഇവിടെ ഞാൻ കീ എന്ന് പറഞ്ഞിട്ട് എന്ത് കൊടുത്തു, കീ എന്ന് പറഞ്ഞാൽ ആരാണ്, ഇവിടുത്തെ കീ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എംപ്ലോയി കോഡാണ്. EMP കോഡ് എംപ്ലോയി കോഡ്. ഇവിടുത്തെ കീ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ പ്രൊജക്ട് ID. ഇവിടുത്തെ കീ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ EMP കോഡ് തന്നെ. ഇവിടെ നോക്കാം, EMP കോഡ് ഇവിടുത്തെ എന്താണ്, ഇവിടുത്തെ കീ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, EMP കോഡ്. ദെൻ അതുപോലെ തന്നെ ഇവിടെ നോക്കാം, ദെൻ ഞാൻ പറയാം, ഇത് നോക്കാം കേട്ടോ. ഇവിടെ നോക്കുക, ഇയാളെ നമുക്ക് 101 ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, ഇവിടെ 101 ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, ഇവിടെ 102 ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, 103 ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഇവിടെ നോക്കുക P01, ഓക്കെ, P4, P2 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ നോക്കുക 101 എന്ന് പറയുന്ന ആള്, ഇതാണ് നമ്മളെ കോഡ്. 101 എന്ന് പറയുന്ന ആളെ എവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, 101 എന്ന് പറയുന്ന ആള് 2 പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, അയാൾ 2 പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 101 എന്ത് ചെയ്യുന്നുണ്ട്, 2 പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 102 ദെൻ 103. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഒരു പാർഷ്യൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എവിടെയില്ല. ഇവിടെ എന്താണ്, EMP കോഡ് ഡിറൈവ്സ് ഈ എംപ്ലോയി നെയിം. ഇവിടെ എന്താണ്, EMP കോഡ് ഡിറൈവ്സ് എന്താണ്, PID. ഓക്കെ, ഇവിടെ എന്താണ്, PID ഡിറൈവ്സ് PN പ്രൊജക്ട് നെയിം. അപ്പൊ ഇവിടെ എന്തില്ല, ഇവിടെ നമുക്കൊരു പാർഷ്യൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഇല്ല. സോ വി ക്യാൻ
say these relations are okay, R1, R2, R3 are in second normal form. Then next third normal form. Third normal form എന്ന് പറഞ്ഞാൽ നോക്കുക എന്തായിരിക്കണം, ഷുഡ് ബി സാറ്റിസ്ഫൈ ഓൾ സെക്കൻഡ് നോർമൽ ഫോം കണ്ടീഷൻ. സെക്കൻഡ് നോർമൽ ഫോം കണ്ടീഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. ദെൻ എന്താണെന്ന് വെച്ചാൽ എലിമിനേറ്റ് ദി ട്രാൻസിറ്റീവ് ഫംഗ്ഷണൽ ഡിപെൻഡൻസി. ട്രാൻസിറ്റീവ് ഫംഗ്ഷണൽ ഡിപെൻഡൻസി എന്താണ്? ട്രാൻസിറ്റീവ് ഫംഗ്ഷണൽ ഡിപെൻഡൻസി എന്ന് നോക്കുക. എക്സ് ഹോൾഡ്സ് വൈ. എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനലി ഡിപെൻഡ് ഓൺ വൈ. ദെൻ വൈ ഡസ് നോട്ട് ഫംഗ്ഷനലി ഡിപെൻഡ് ഓൺ എക്സ്. Then y functionally depend on z. ഇവിടെ നോക്കുക, a functional dependency x functionally depend to z is said to be a transitive functional dependency. Okay, if following three functional dependencies hold, അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. അതാ x functionally depend on y. Then y എന്ത് ചെയ്യുന്നില്ല, y functionally depend on not x. Then y gives z. അതായത് ഇവിടെ നോക്കുക, x derives y, then y derives z, then we can say x derives z എന്ന് പറയാം. This is called transitive functional dependency. Transitive എന്താണ് പറഞ്ഞത്? ഇവിടെ നോക്കുക, x derives y derives z, then we can say x derives z എന്ന് പറയാം. ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നോക്കുക, എക്സ് ഡിറൈവ്സ് വൈ, വൈ ഡസ് നോട്ട് ഡിറൈവ്സ് എക്സ്, വൈ എന്താണ് എക്സ് ഡിറൈവ് ചെയ്ത്, അങ്ങനെയാണ് ട്രാൻസിറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. ദെൻ എന്താണ്, വൈ ഡിറൈവ്സ് സെറ്റ്. അങ്ങനെ ആവുന്ന സമയത്ത് ട്രാൻസിറ്റീവ് ഫംഗ്ഷണൽ ഡിപെൻഡൻസി. ഇങ്ങനെ ഒരു കേസ് എവിടെ ഉണ്ടാവരുത്, ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ടേബിൾ ഉണ്ടാവരുത്. അതായത് എക്സ് വൈ, വൈ സെഡ്, എക്സ് സെഡ് എന്ന് പറയുന്ന ഒരു റിലേഷൻ നമ്മളെ ടേബിൾ ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായ ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താ, നോട്ട് ഇൻ ഫംഗ്ഷണൽ തേർഡ് നോർമൽ ഫോം. നോക്കുക ഇനി എന്തൊക്കെയാണ് നമ്മളെ ക്രൈറ്റീരിയ, എന്താണ്, മസ്റ്റ് ബി ഇൻ സെക്കൻഡ് നോർമൽ ഫോം. സെക്കൻഡ് നോർമൽ ഫോം ആവാന്ന് വെച്ചാൽ എന്താണ്, അത് ഫസ്റ്റ് നോർമൽ ഫോമിലാവണം, ഫസ്റ്റ് നോർമൽ ഫോമിലും സെക്കൻഡ് നോർമൽ ഫോമിലാവണം. ദെൻ നോൺ പ്രൈം ആട്രിബ്യൂട്ട് ട്രാൻസിറ്റീവ്ലി ഡിപെൻഡ് ഓൺ ദി പ്രൈമറി കീ. എന്താണ്, നോൺ പ്രൈം ആട്രിബ്യൂട്ട് ട്രാൻസിറ്റീവ്ലി ഡിപെൻഡ് ഓൺ ദി പ്രൈമറി കീ. നോൺ പ്രൈം ആട്രിബ്യൂട്ട് ട്രാൻസിറ്റീവ്ലി ഡിപെൻഡ് ഓൺ ദി പ്രൈമറി കീ. ഓക്കെ, നെക്സ്റ്റ് നോക്കുക, നോൺ പ്രൈം ആട്രിബ്യൂട്ട്. ഓക്കെ, പ്രൈം ആട്രിബ്യൂട്ട് എന്താണ്, നോട്ട് ട്രാൻസിറ്റീവ് ഫംഗ്ഷണൽ ഡിപെൻഡൻസി ഓൺ പ്രൈം ആട്രിബ്യൂട്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ നോക്കുക കേട്ടോ. എക്സ് ഈസ് എ സൂപ്പർ കീ ഓഫ് ദി ടേബിൾ, സെഡ് ഈസ് ദി പ്രൈം ആട്രിബ്യൂട്ട് ഓഫ് ദി ടേബിൾ. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ എക്സ് സെഡ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ഇതെന്തായിരിക്കണം, സൂപ്പർ കീ ആയിരിക്കണം. ഇതെന്തായിരിക്കണം, ഓർ ഏതെങ്കിലും ഒന്നായാൽ മതി. ഓർ ദിസ് ഈസ് പ്രൈം ആട്രിബ്യൂട്ട് സെഡ് എന്നുള്ളത് പ്രൈം ആട്രിബ്യൂട്ട് ആയാൽ മതി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നോക്കുക, നോൺ പ്രൈം ആട്രിബ്യൂട്ട് ആട്ടോ, നോൺ പ്രൈം ആട്രിബ്യൂട്ട് ട്രാൻസിറ്റീവ്. അപ്പൊ ഇവിടെ എന്താ, ട്രാൻസിറ്റീവ് ഫംഗ്ഷണൽ ഡിപെൻഡൻസി ഉണ്ടാവരുത് എന്നാ പറഞ്ഞത്. ട്രാൻസിറ്റീവ് ഫംഗ്ഷണൽ ഡിപെൻഡൻസി ഉണ്ടാവരുത് എന്നാ പറഞ്ഞത് കേട്ടോ. ഇപ്പൊ നോക്കുക എങ്ങനെയാണ് ഇതിന്റെ കൺസെപ്റ്റ് എന്ന് നോക്കുക. ഇവിടെ നോക്കുക, ഇവിടെ ട്രാൻസിറ്റീവ് ഫംഗ്ഷണൽ ഡിപെൻഡൻസി ഉണ്ടോ എന്നുള്ളതാ ചെക്ക് ചെയ്യുന്നത്. ഇവിടെ നോക്കുക കേട്ടോ, ഇവിടെ നോക്കുക, എംപ്ലോയി കോഡ് എന്ന് പറഞ്ഞാൽ എംപ്ലോയി കോഡ് ഡിറൈവ്സ് എംപ്ലോയി നെയിം, എക്സ് ഡിറൈവ്സ് വൈ. Then employee name derives, okay, ഒരു സെക്കൻഡ്, ഏതാണ് ട്രാൻസിറ്റീവ് എന്നുള്ളത് പറയാം. നോക്കാം, എംപ്ലോയി നെയിം ഡിറൈവ്സ്, ഏതെങ്കിലും ഉണ്ടോ എംപ്ലോയി നെയിം? ഇല്ല, എംപ്ലോയി നെയിം ഇല്ല. നോക്കാം, എംപ്ലോയി കോഡ് ഡിറൈവ്സ് സിപ്പ് കോഡ്. എംപ്ലോയി കോഡ് ഡിറൈവ്സ് സിപ്പ് കോഡ്. ദെൻ സിപ്പ് കോഡ് ഡിറൈവ്സ് എന്താണ്, എംപ്ലോയി സിറ്റി. ഇവിടെ കണ്ടോ, എന്താണ്, എക്സ് ഡിറൈവ്സ് വൈ, y derives z, x derives y, then y derives z. അപ്പൊ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് എന്തുണ്ടാവുക, ഇതാണ് എന്ത്, നമ്മുടെ ട്രാൻസിറ്റീവ് ഫംഗ്ഷണൽ ഡിപെൻഡൻസി എന്ന് പറയുന്നത്. നോക്കുക കേട്ടോ, അപ്പൊ എന്താണ് ട്രാൻസിറ്റീവ് ഫംഗ്ഷണൽ ഡിപെൻഡൻസി നോക്കുക, ഇത് നമ്മൾ അവോയ്ഡ് ആണ്. ഇവിടെ നോക്കുക, the above table is not true enough because employee code derives employee city. Employee code derives employee city. കണ്ടോ, x determine y, കണ്ടോ, എക്സ് ഡിറ്റർമൈൻ വൈ, എക്സ് എംപ്ലോയി കോഡാണ് നമ്മളെ കീ എന്ന് പറഞ്ഞാല്, എക്സ് ഡിറ്റർമൈൻ വൈ. ഇവിടെ നോക്കുക, എംപ്ലോയി കോഡ് എന്ന് പറഞ്ഞാൽ നോക്കുക, എംപ്ലോയി കോഡ് എന്താ, എംപ്ലോയി സിപ്പ് കോഡ് ഡിറൈവ് ചെയ്യുന്നുണ്ട്. എംപ്ലോയി സിപ്പ് കോഡ് എന്താ, എംപ്ലോയി സിറ്റി ഡിറൈവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ നോക്കുക, ഇതൊരു ട്രാൻസിറ്റീവ് ഫംഗ്ഷണൽ ഡിപെൻഡൻസി ആണ്. ഇവിടെ എന്താണ്, ഇതൊരു ട്രാൻസിറ്റീവ് ഫംഗ്ഷണൽ ഡിപെൻഡൻസി ആണ്. എംപ്ലോയി കോഡ് ഡിറൈവ് സിപ്പ് കോഡ്, എംപ്ലോയിന്റെ കോഡ് അവിടെ സിപ്പ് കോഡ് കൊടുക്കുന്നുണ്ട്. സിപ്പ് കോഡ് എന്ത് ചെയ്യുന്നുണ്ട്, സിപ്പ് കോഡ് വെച്ചിട്ടാണ് നമ്മൾ സിറ്റി, ഏത് സിറ്റി ആണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ ഇതെന്താണ്, ദിസ് ഈസ് എ ട്രാൻസിറ്റീവ് ഫംഗ്ഷണൽ ഡിപെൻഡൻസി. അപ്പൊ ഇതിനെ നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ഡീകമ്പോസ് ചെയ്യുന്നു. എങ്ങനെ ആക്കുന്നതാ, എംപ്ലോയി ഡീറ്റെയിൽ, എംപ്ലോയി ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് രണ്ട് ടേബിൾ ആക്കി മാറ്റുന്നു. ഓക്കെ, എംപ്ലോയി
കോഡിനെയും സിറ്റിനെയും എന്ത് ചെയ്യുന്നു, ഇവര് തമ്മിലാണ് അവരെന്ത് ചെയ്യുന്നു, നമ്മൾ രണ്ട് റിലേഷൻ ആക്കി മാറ്റുന്നു. അപ്പൊ എന്താണ്, സിപ്പ് കോഡിന് എന്ത് ചെയ്യാൻ പറ്റും, സിറ്റി ഡിറൈവ് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. then എന്തിനാ എംപ്ലോയി കോഡിന് എന്ത് ഡിറൈവ് ചെയ്യാൻ പറ്റും, സിപ്പ് ഡിറൈവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന, ഇവിടെ ഒരേ ടേബിൾ ആണെങ്കിൽ എന്തായിരുന്നതാ, ഇവിടെ ട്രാൻസിറ്റീവ് ഉണ്ടായിരുന്നതാ, ഇവരെ ഡയറക്റ്റ് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഡയറക്റ്റ് ഡിറൈവ് ചെയ്യാൻ പറ്റൂല, കാരണം നമ്മൾ രണ്ട് ടേബിൾ ആക്കി മാറ്റി. അപ്പൊ എന്ത് ചെയ്യുന്നു, ഇവിടെ എംപ്ലോയി കോഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ എക്സ് വൈ ആണുള്ളത്, വൈ സെഡ് ഇല്ല. ഇവിടെയാണ് നമുക്ക് എന്തുള്ളത്, വൈ സെഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്, രണ്ട് ടേബിൾ ആക്കി മാറ്റി. അപ്പൊ എന്ത് ചെയ്യുന്നു, നമ്മൾ ട്രാൻസിറ്റീവ് ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി എന്ത് ചെയ്തു, നമ്മൾ റിമൂവ് ചെയ്തു. ട്രാൻസിറ്റീവ് ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി നമ്മൾ എന്ത് ചെയ്തു, റിമൂവ് ചെയ്തു. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നോക്കാം, ബോയ്സ് കോഡ് നോർമൽ ഫോം. ബോയ്സ് കോഡ് നോർമൽ ഫോം എന്ന് പറഞ്ഞാൽ നോക്കാം, BCNF അഡ്വാൻസ്ഡ് വേർഷൻ ഓഫ് 3NF നോർമൽ ഫോം. ഓക്കെ, 3NF അപ്പൊ ഷുഡ് ബി ഇൻ 3NF നോർമൽ ഫോമിലായിരിക്കണം. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി ഓർ എ റിലേഷൻ ഷുഡ് ബി ഇൻ ഫോർത്ത് നോർമൽ ഫോം, ബോയ്സ് കോഡ് നോർമൽ ഫോം എന്ന് പറയുന്നത് അതെന്തായിരിക്കണം, അത് ദാറ്റ് മസ്റ്റ് ബി ഫസ്റ്റ് നോർമൽ ഫോം. ദെൻ എന്താണ്, ഫോർ എവരി നോൺ ട്രിവിയൽ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി എക്സ് വൈ, ദെൻ എക്സ് ഷുഡ് ബി സൂപ്പർ കീ. എന്താണ് വൈ എന്ന് പറഞ്ഞാൽ, നമ്മൾ വൈ പ്രൈം ആട്രിബ്യൂട്ടോ ഏത് ആട്രിബ്യൂട്ടോ, നോൺ പ്രൈം ആവാം അല്ലെങ്കിൽ എന്തും ആവാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, എക്സ് ഷുഡ് ബി സൂപ്പർ കീ. എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, സൂപ്പർ കീ ആക്കണം. എക്സ് സൂപ്പർ കീ ഓഫ് ദി ടേബിൾ, ദാറ്റ് മീൻസ് എക്സ് കനോട്ട് ബി നോൺ പ്രൈം ആട്രിബ്യൂട്ട്. എക്സ് എന്താവരുത്, നോൺ പ്രൈം ആട്രിബ്യൂട്ട് ആവരുത് ഇഫ് വൈ ഈസ് എ പ്രൈം ആട്രിബ്യൂട്ട്. അങ്ങനെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കാം, എക്സ് നോൺ പ്രൈം ആട്രിബ്യൂട്ടും ഇത് കീ ആട്രിബ്യൂട്ടും ആണെങ്കിൽ എന്താണ്, ഇത് ബോയ്സ് കോഡ് BCNF അല്ല. എക്സ് നോൺ പ്രൈമും ഇതെന്താണ്, ഇത് പ്രൈം ആട്രിബ്യൂട്ടും ആണെങ്കിൽ ഇതെന്തല്ല, ബോയ്സ് കോഡ് നോർമൽ ഫോം അല്ല എന്നുള്ളത് മനസ്സിലാക്കാം. നമുക്ക് നോക്കാം, ഇങ്ങനെ ഒരു ടേബിള് നോക്കാം. ഇവിടെ ടേബിളിൽ നോക്കാം, ഇവിടെ നമ്മളെ എംപ്ലോയി കോഡ് ഉണ്ട്, പ്രൊജക്ട് ID ഉണ്ട്, പ്രൊജക്ട് ലീഡർ ഉണ്ട്. ഇവിടെ നോക്കാം, ദി എബോവ് ടേബിൾ സാറ്റിസ്ഫൈ ദ ഓൾ തേർഡ് നോർമൽ ഫോം കണ്ടീഷൻസ് ബട്ട് ഇറ്റ് വയലേറ്റ്സ് ദി റൂൾ ഓഫ് BCNF. ബിക്കോസ് എന്താ, നമ്മളെ കീ എന്ന് പറഞ്ഞാൽ എന്താണ്, എംപ്ലോയി കോഡ് ആൻഡ് പ്രൊജക്ട് ID, ഇത് രണ്ടും കൂടെ കൂടിയാലേ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെ ഇവിടെ ഡ്യൂപ്ലിക്കേഷൻ വരുന്നുണ്ട്. നമുക്ക് ഇത് രണ്ടും കൂടെ കൂടിയാലേ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എംപ്ലോയി കോഡ് ആൻഡ് പ്രൊജക്ട് ID, എംപ്ലോയി കോഡ് പ്രൊജക്ട് ID. ഓക്കെ, ഇവിടെ രണ്ടെണ്ണം വരുന്നുണ്ട്. ഫോർ എ നോൺ ട്രിവിയൽ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി പ്രൊജക്ട് ലീഡർ ഡിറ്റർമൈൻസ് പ്രൊജക്ട് ID. ഇവിടെ നോക്കുക, എന്താണ് ഇവിടെ നോക്കാം കേട്ടോ, പ്രൊജക്ട് ID ഡിറ്റർമൈൻസ് പ്രൊജക്ട് ലീഡർ, പ്രൊജക്ട് ലീഡർ ഡിറ്റർമൈൻസ് പ്രൊജക്ട് ID. ഇവിടെ നോക്കാം, ഇവിടെ നമ്മളെ കീ എന്ന് പറഞ്ഞാൽ ആരാണിതാ, ഇവര് രണ്ടുപേരുമാണ് കീ എന്ന് പറഞ്ഞാല്. അപ്പൊ നോക്കാം, ഇവർ രണ്ടുപേരും കൂടെ നമ്മൾ പ്രൊജക്ട് ലീഡറുടെ വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നോക്കാം, പ്രൊജക്ട് ഐ ഡി എലോൺ ഗിവ്സ് ദി പ്രൊജക്ട് ലീഡർ. പ്രൊജക്ട് ID എന്ത് തരുന്നുണ്ട്, എലോൺ ഗിവ്സ് ദി പ്രൊജക്ട് ലീഡർ. ഓക്കെ, പ്രൊജക്ട് ID എലോൺ ഗിവ്സ് ദി പ്രൊജക്ട് ലീഡർ. അപ്പൊ ഇവിടെ നോക്കാം, അപ്പൊ എംപ്ലോയി കോഡും പ്രൊജക്ട് ID ആണ് നമ്മുടെ എന്ത് റിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം ഇവിടെ, for the non-trivial functional dependency, project leader gives project ID. Project leader also, project leader gives the project ID. ഇവിടെ നോക്കാം, project leader gives the project ID. കിട്ടുന്നുണ്ട് അല്ലെ, ഇവിടെ തിരിച്ചും കിട്ടുന്നുണ്ട്, നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നോക്കാം, ഇവിടെ നമുക്ക് ഈ ഒരു ഇതില് പ്രൊജക്ട് ലീഡർ എന്ന് പറഞ്ഞതാ, പ്രൊജക്ട് ലീഡർ gives the project ID. അപ്പൊ ഈ പ്രൊജക്ട് ID എന്ന് പറഞ്ഞാൽ എന്താണ്, കീ ആട്രിബ്യൂട്ട് ആണ്. ഇത് കീ ആട്രിബ്യൂട്ട് ആണ്, ഇത് നോൺ കീ ആട്രിബ്യൂട്ട് ആണ്. ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തല്ല, അത് ഫോർത്ത് നോർമൽ ഫോമിൽ അല്ല എന്ന് പറയാം. എന്താ പറയാം, അത് ഫോർത്ത് നോർമൽ ഫോമിൽ അല്ല എന്ന് പറയാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയോ, നമുക്ക് ഫോർത്ത് നോർമൽ ഫോമിൽ അല്ല എന്ന് പറയാം. അപ്പൊ ഇവിടെ നോക്കാം, ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, BCNF ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എന്താ, ID ഈസ് എ പ്രൈം ആട്രിബ്യൂട്ട്, പ്രൊജക്ട് ID ഈസ് എ പ്രൈം ആട്രിബ്യൂട്ട്, ബട്ട് പ്രൊജക്ട് ലീഡർ ഈസ് നോൺ പ്രൈം ആട്രിബ്യൂട്ട്, ദെൻ ദിസ് ഈസ് നോട്ട് അലൗഡ് ഇൻ BCNF. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിറൈവ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ രണ്ടാക്കി മാറ്റുന്നു. എന്ത് ചെയ്യുന്നു, ഇവിടെ പ്രൊജക്ട് ID എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താക്കുന്നു, എംപ്ലോയി കോഡ് പ്രൊജക്ട് ID ഒന്നാക്കുന്നു. ദെൻ പ്രൊജക്ട് ലീഡർ പ്രൊജക്ട് ID, കണ്ടോ, പ്രൊജക്ട് ലീഡർ പ്രൊജക്ട് ID എന്നാക്കുന്നു. ഇവിടെ നോക്കാം, ഇവിടെ നമ്മളതാ ഈ ഒരു ഇതിൽ നമുക്ക് കീ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൽ നമുക്ക് കീ എന്ന് പറഞ്ഞാൽ ഇയാൾ തന്നെയാണ് കീ, പ്രൊജക്ട് ലീഡർ ആണ് കീ. ഓക്കെ, ഇവിടെ കീ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഒരു പ്രൊജക്ട് ലീഡർ എന്ന് പറഞ്ഞാല്, പ്രൊജക്ട് ലീഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, മൂന്നാമത്തെ പ്രൊജക്ടിന്റെ ലീഡർ ഇയാളാണ്, ഒന്നാമത്തെ പ്രൊജക്ടിന്റെ ലീഡർ ഇയാളാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം, ഇയാളെ നമുക്ക് ഓരോ പ്രൊജക്ടിന്റെ ID നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് എംപ്ലോയി കോഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ എംപ്ലോയി കോഡ് ഇവിടെ എന്താണ്, നമുക്ക് ഇവർ രണ്ടുപേരും കൂടെയാണ് നമ്മുടെ കീ ആയിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് ഇവർ രണ്ടുപേരും കൂടെയാണ് കീ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.
അപ്പൊ ഇവിടെ നോക്കുക, നമ്മൾ എന്ത് ചെയ്യുന്നു, BCNF ആണെങ്കിൽ നമുക്ക് എന്താണ്, എക്സ് എന്ന് പറഞ്ഞ y ആണെങ്കിൽ എക്സ് ഷുഡ് ബി സൂപ്പർ കീ. ഇവിടെ നോൺ പ്രൈമോ ഇവിടെ എന്തായിരുന്നു, കീയും ആവരുത്, ഇവിടെ കീയും ആവരുത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതാണ് നമ്മളെ ഫോർത്ത് നോർമൽ ഫോം. അപ്പൊ ഫസ്റ്റ് നോർമൽ ഫോം, സെക്കൻഡ് നോർമൽ ഫോം, തേർഡ്, ഫോർത്ത്. ഇപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ ഒരു കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ ഇവിടെ നോക്കുക, നമ്മൾ ഫസ്റ്റ് നോർമൽ ഫോം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ഫസ്റ്റ് നോർമൽ ഫോമിൽ ആയിരിക്കണമെങ്കിൽ നമ്മൾ ബാക്കിയുള്ള നോക്കുക, BCNF എന്ന് പറഞ്ഞാൽ എന്താണ്, സൂപ്പർ സെറ്റ് ഓഫ് BCNF എന്ന് പറഞ്ഞാൽ സൂപ്പർ സെറ്റ് ഓഫ് എന്താണ്, നമ്മുടെ തേർഡ് എൻ എഫ് ആണ്. തേർഡ് എൻ എഫ് ഈസ് സൂപ്പർ സെറ്റ് ഓഫ് 2NF. 2NF ഈസ് സൂപ്പർ സെറ്റ് ഓഫ് 1NF. അപ്പൊ എന്താണ്, ഒരു BCNF-ലുള്ള ഒരു റിലേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എന്താ പറയാ, അത് തേർഡ് NF-ലാണ്, 2NF-ലാണ്, 1NF-ലാണ്. ദെൻ നമുക്ക് ഇനിയുണ്ട് 5NF പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ 4NF ഉണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അപ്പൊ നോക്കാം, ഒരു 5NF-ലാണെങ്കിൽ നമുക്ക് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യണം, 4NF-ലാണെങ്കിൽ ബാക്കിയുള്ളതിന്റെ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം, ഓരോ എന്തും നമ്മൾ നോക്കിയിട്ട് ഓരോ NF-ഉം, ഓരോ 5NF-ഓ 4NF-ഓ 3NF-ഓ ഒക്കെ ആണെങ്കിൽ അതിന്റെ താഴെയുള്ള എല്ലാ നോർമൽ ഫോമിന്റെ കണ്ടീഷനും ഫോളോ ചെയ്തിട്ട് മാത്രമേ അത് എന്താകാൻ പറ്റുള്ളൂ, അത് ബാക്കിയുള്ള നോർമൽ ഫോമിലോട്ട്, ഹയർ നോർമൽ ഫോമിന്റെ കണ്ടീഷനിലോട്ട് പോവുള്ളൂ. അപ്പൊ ഇത്രയാണ് നമ്മൾ നോർമൽ ഫോം എന്ന് പറഞ്ഞാൽ. നമുക്ക് ഇനി രണ്ട് നോർമൽ ഫോം കൂടി ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. 4NF നോർമൽ ഫോം ആൻഡ് 5NF നോർമൽ ഫോം. 4NF എന്താണ്, 4NF എന്ന് പറഞ്ഞാൽ നോ മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി. പിന്നെ അടുത്തത് എന്താണ്, 5NF എന്ന് പറഞ്ഞാൽ എന്താണ്, 5NF എന്ന് പറഞ്ഞാൽ നോ ജോയിന്റ് ഡിപ്പെൻഡൻസി ആൻഡ് ലോസ്ലെസ് ഷുഡ് ബി ലോസ്ലെസ്. എന്താണ് ലോസ്ലെസ് എന്നൊക്കെ നമ്മൾ പഠിക്കും. എന്താണ് ജോയിന്റ് ഡിപ്പെൻഡൻസി, മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി എന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.